അപ്പോൾ നമ്മൾ ബേസിക് സയൻസിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമ്പർ 2 ആണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ എടുത്ത് മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള ഭാഗമാണ് എടുക്കുന്നത്. ഇനി നമ്മൾ വെക്ടേഴ്സ് തൊട്ടിട്ടാണ് എടുക്കുന്നത്. ആദ്യം വെക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് പറയാം. വെക്ടേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് ബ്രിങ്സ് ഡിസീസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസം ഇൻ ടു അവർ ബോഡി. Housefly, rat flu, mosquito, bats, etc. are the some of the vector organisms. അതായത് ഈ രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവികളുണ്ടല്ലോ, അവരെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നവരാണ് ഈ വെക്ടേഴ്സ് അല്ലെങ്കിൽ രോഗവാഹകരെന്നൊക്കെ പറയുന്നത്. ഈച്ച, കൊതുക്, ചെള്ള്, വവ്വാലൊക്കെ ഈ വെക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പം വെക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. വെൻ ദ സറൗണ്ടിങ് ബിക്കെയിം പൊല്യൂട്ടഡ്. പരിസരം മലിനമാകുമ്പോൾ, നമ്മുടെ ചുറ്റുപാടിങ്ങനെ മലിനമായി കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്ക്, നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ആ ബോക്സിൽ 2 കോളാണുള്ളത്. ഒന്ന് വെക്ടേഴ്സും ഒന്ന് കണ്ടീഷൻ ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ. രോഗവാഹകർ എഴുതാനും പിന്നെ അതെങ്ങനെയാണ് പെരുകുന്നതെന്ന് എഴുതാനുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഹൗസ് ഫ്ലൈ എങ്ങനെയാണ് പെരുകുക എന്ന് നമുക്ക് നോക്കാം. ഹൗസ് ഫ്ലൈസ് ആർ ബ്രീഡ് ഇൻ ഡിക്കേയിങ് ഓർഗാനിക് വേസ്റ്റ്. അതായത് അഴുകുന്ന ജൈവ മാലിന്യങ്ങളിലാണ് ഈച്ച മുട്ടയിട്ട് പെരുകുന്നത്. ഇനി നമുക്ക് മോസ്കിറ്റോ എങ്ങനെയാണെന്ന് നോക്കാം. മോസ്കിറ്റോ ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽ ആൻഡ് സ്റ്റാർച്ചഡ് വാട്ടർ. അതായത് നമ്മളെല്ലാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും ചിരട്ടകളും പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെല്ലാം കൊതുക് മുട്ടയിട്ട് വളരുന്നത്. ഇനി റാറ്റിൻ്റെ നോക്കാം. ദ റിമെയിൻ ഓഫ് ഫുഡ് ത്രോൺ ഔട്ട് അട്രാക്ട്സ് റാറ്റ്സ്. ദ അൺക്ലീൻ സറൗണ്ടിങ്സ് ഓൾസോ അട്രാക്ട് ദം. അതായത് നമ്മൾ വലിച്ചെറിയുന്ന ആഹാരാവശിഷ്ടങ്ങളും വൃത്തിഹീനമല്ലാത്ത ചുറ്റുപാടുകളൊക്കെ കൊണ്ടാണ് എലികൾ പെരുകുന്നതിന് കാരണമാവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബോക്സ് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിന് താഴെയുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്ടേഴ്സ്? അതായത് ഈച്ചയും കൊതുകും എലിയും പോലുള്ള രോഗവാഹകരെ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. കീപ് ഹൗസ് ആൻഡ് സറൗണ്ടിങ് ക്ലീൻ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ കീപ് ഫുഡ് ഐറ്റം ക്ലോസ്. ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണം. പിന്നെ ഡോണ്ട് ത്രൂ ഗാർബേജ് ഇൻ പബ്ലിക് പ്ലേസ്. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. അടുത്തത് അവോയ്ഡ് വാട്ടർ ലോഗിങ്. ജലം കെട്ടി നിൽക്കുന്നത് സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഡോണ്ട് ത്രൂ എവേ പ്ലാസ്റ്റിക് കവേഴ്സ് ആൻഡ് ബോട്ടിൽസ്. പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ഒന്നും വലിച്ചെറിയരുത്. കീപ് ഡ്രെയിനേജ് ക്ലീൻ ആൻഡ് ക്ലോസ്. ഓടകൾ എപ്പോഴും വൃത്തിയായി അടച്ചും സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് വെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ലെറ്റ്സ് കൺട്രോൾ മോസ്കിറ്റോ. We can prevent many diseases by controlling mosquitoes. It is enough to eliminate mosquito breeding conditions only in our home. നമുക്ക് ഒരു പരിധി വരെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഈ മോസ്കിറ്റോസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പം ഈ നമ്മുടെ വീടുകളിൽ മാത്രമാണോ നമുക്ക് ഈ മോസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? നമുക്ക് ആ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ക്യാൻ വി അവോയ്ഡ് ബ്രീഡിങ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മോസ്കിറ്റോ? നമുക്ക് എങ്ങനെയാണ് കൊതുകുകൾ പെരുകുന്നത് നമുക്ക് തടയാൻ പറ്റുക? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഒബ്സർവ് ഡ്രൈ ഡേ വൺസ് എ വീക്ക്. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ നമ്മൾ ആചരിക്കണം. കീപ് ദ ഹൗസ് പെർമിസസ് ക്ലീൻ. വീടും വീടിൻ്റെ ചുറ്റുപാടും എല്ലാം ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കണം. പ്രോബബ്ലി ഡിസ്പോസ് ഓഫ് കിച്ചൺ വേസ്റ്റ് ആൻഡ് ബേൺ ഡ്രൈ ലീവ്സ്. അടുക്കള മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും വേണം. പിന്നെ ഉണങ്ങിയ ഇലകൾ കത്തിക്കുകയും ചെയ്യണം. ഡ്രെയിനിങ് അവേ സ്റ്റാഗ്നന്റ് വാട്ടർ ഫ്രം കോക്കനട്ട് ഷെൽ, എഗ് ഷെൽ, പോട്ട്സ് എക്സെട്ര. അതായത് ചിരട്ടകളിലും മുട്ടത്തോടുകളിലോ ചെറിയ ചെറിയ പാത്രങ്ങളിലോ ഒക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. കീപ് ഡ്രെയിനേജ് ക്ലീൻ ആൻഡ് ക്ലോസ്. അതായത് ഓടകൾ വൃത്തിയായിട്ടും അടച്ചും സൂക്ഷിക്കണം. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. We can't survive here. We have to look for other place to lay eggs.
ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ, വി കാൻ ലിവ് ഹിയർ. അതായത് ഇപ്പോൾ ഈച്ചയും കൊതുകും പറയുകയാണെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ നല്ല വൃത്തിയാണ്. അപ്പം വൃത്തിയുള്ള സ്ഥലങ്ങളിൽ കൊതുകിനും ഈച്ചയ്ക്കും ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവർ മുട്ടയിട്ട് പെരുകുക എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇനി ഇതിന് താഴെ നോക്കിയേ, അവോയ്ഡിങ് വാട്ടർ ലോഗിങ്, റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസ് ആൻഡ് ക്ലീൻ ഡ്രെയിൻസ് ആൻഡ് ഫ്യൂ അവേ ടു പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്. ഇത് നമ്മളപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് വെള്ളം കെട്ടിക്കിടക്കുന്നതും ചുറ്റുപാടുകൾ വൃത്തിയാകുന്നതും ഓട വൃത്തിയായി സൂക്ഷിക്കുന്നതും എല്ലാം ഒരു പരിധി വരെ നമുക്കിവിടെ മോസ്കിറ്റോസിനെ തടയാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ താഴെയുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്? അതായത് മോസ്കിറ്റോൻ്റെ കടി കൊള്ളാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം പ്രിക്വേഷൻസാണ് നമ്മൾ എടുക്കുക? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. Keep doors and windows closed in evening. Use mosquito bat, use mosquito net and fogging. അതായത് സന്ധ്യാസമയങ്ങളിലാണ് കൊതുകുകൾ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഡോറും ജനലും ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ മോസ്കിറ്റോൻ്റെ നെറ്റ് യൂസ് ചെയ്യുക, പിന്നെ ബാറ്റ് യൂസ് ചെയ്യുക, പിന്നെ പുകയിടുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോസ്കിറ്റോ കടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. Will the hygiene of our surrounding will be enough to prevent the spread of diseases? നമ്മുടെ ചുറ്റുപാടുകളിലൂടെ മാത്രമാണ് നമുക്ക് അസുഖങ്ങൾ വരിക? അല്ല, നമുക്കല്ലാതെയും പല രീതിയിലൂടെ നമുക്ക് അസുഖങ്ങൾ നമുക്ക് വരാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് അസുഖങ്ങൾ വരാം. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക, അതിനെ നമുക്ക് എങ്ങനെയാണ് തടയാം? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആഫ്റ്റർ വാഷിംഗ്. പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ വാഷ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. കീപ് ഫുഡ് ഐറ്റം കവേർഡ്, അതായത് ഭക്ഷണം അടച്ച് സൂക്ഷിക്കുക. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നമ്മൾ കുടിക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്ട്. അതായത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും എങ്ങനെയാണ് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ എന്ന് നോക്കാം. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺ. അസുഖമായ ആളുമായിട്ട് നമ്മൾ അധികം സമ്പർക്കം പുലർത്താതിരിക്കുക. ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺ ഹാൻഡ് കർച്ചീഫ്, ക്ലോത്ത്സ് എക്സെട്ര. അസുഖമുള്ള ഒരാൾ യൂസ് ചെയ്ത ഹാൻഡ് കർച്ചീഫ്, അവരുടെ ക്ലോത്ത്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അടുത്ത യൂസ് മാസ്ക്, അതായത് നമ്മൾ മാസ്ക് എപ്പോഴും ധരിക്കുക. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. നമുക്കൊരു പേഴ്സണലായിട്ടൊരു ഹൈജീൻ ഉണ്ട്, വ്യക്തി ശുചിത്വം എന്ന് പറയും, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അടുത്ത നോക്കാം. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സ്വേജ്. അതായത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും നമുക്ക് അസുഖങ്ങൾ എങ്ങനെ വരാതിരിക്കാം എന്ന് നോക്കാം. യൂസ് ഫുഡ് വെയേഴ്സ്, അതായത് നമ്മൾ ചെരുപ്പുകൾ ധരിക്കുക. പ്രിവെൻറ്റ് വുഡ്സ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സ്വേജ്. അതായത് നമ്മുടെ കാലുകളിലൊക്കെ ഉണ്ടാകുന്ന മുറിവുകളൊക്കെ നമ്മൾ മലിനജലവുമായിട്ട് കോണ്ടാക്ട്, അതായത് സമ്പർക്കം വരാതിരിക്കാൻ നോക്കുക. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ് വിത്ത് സോപ്പ് ഇഫ് ഇറ്റ് ഗെറ്റ് ഡേർട്ടി. അത് നമ്മുടെ കൈകളും ഒക്കെ വൃത്തിഹീനമായിട്ടുണ്ടെങ്കിൽ അത് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. Do communicable diseases affect only humans? ഹ്യൂമൻസിനെ മാത്രമാണോ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എഫക്റ്റ് ചെയ്യുക? അല്ല, മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാം ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എഫക്റ്റ് ചെയ്യും. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പക്ഷികളാകുമ്പോൾ പക്ഷിപ്പനി വരും, പിന്നെ പശു, ആട് ഇവയ്ക്ക് ആന്ത്രാക്സ്, നായ, പൂച്ച, പേവിഷബാധ, പിന്നെ കന്നുകാലികൾ കുളമ്പ് രോഗം. ഇപ്പോൾ ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിന് കൂമ്പ് ചെയ്യും, പിന്നെ നെല്ല് തവിട്ടിലപ്പുളി എന്നൊക്കെ പറയും, പിന്നെ പയർച്ചെടിക്ക് മൊസൈക്ക് രോഗം, അതേപോലെ പച്ചക്കറിക്കൊക്കെ പൂപ്പൽ വരും. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പക്ഷികൾക്കും അതേപോലെ ചെടികൾക്കൊക്കെ വരുന്ന രോഗങ്ങൾ നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതി വെക്കണം. അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഹൈജീൻ ഹാബിറ്റ്. Hygiene, personal hygiene as important as environmental hygiene for a healthy life. Look at some habits. അപ്പോൾ നമ്മുടെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ മാത്രം ഹൈജീനായാൽ പോരാ, നമുക്ക് ഒരു പേഴ്സണൽ ഹൈജീന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നൊരു പിക്ചറാണ്. അപ്പോൾ ആ പിക്ചറിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കതൊന്ന് ആൻസർ ചെയ്യാം. Which of these are good health habit? Tick them. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി.
Our bodies naturally have a ability to control and fight pathogens once they enter the body. This is called natural immunity. This ability varies from person to person. അതായത് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനും നമ്മുടെ ശരീരത്തിനൊരു സ്വാഭാവികമായിട്ടൊരു കഴിവുണ്ട്. ഈ കഴിവിനെയാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ ആളുകൾക്കും ഒരുപോലെ ആകണമെന്നുമില്ല. അപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലായില്ല. അതായത് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനും നമ്മുടെ ശരീരത്തിനൊരു സ്വാഭാവികമായിട്ടുള്ള കഴിവുണ്ട്. ഈ കഴിവിനെയാണ് നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാ ആളുകളിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. The body is unable to develop natural immunity against some communicable diseases such as polio and hepatitis B. We need to take vaccination to avoid such diseases. Through this, it will be possible to gain immunity. This is called acquired immunity. It's through vaccine that we have survived many epidemics such as smallpox, plague and polio, which have threatened at the very existence of the human race. അതായത് ഈ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള പകർച്ചവ്യാധികൾക്കെതിരെ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വാക്സിനേഷൻ എടുക്കും. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ വാക്സിനേഷൻ എടുക്കും, കുത്തിവെപ്പുകൾ എടുക്കും. അപ്പോൾ ഈ കുത്തിവെപ്പുകൾ എടുക്കുന്നത് കൂടി നമുക്കൊരു ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഒരുപാട് രോഗങ്ങൾ അതിജീവിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് സ്മോൾ ബോക്സ്, പ്ലാഗ്, പോളിയോ ഒക്കെ. അപ്പം നമ്മൾ ഇമ്മ്യൂണിറ്റി എന്താണെന്നും അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിൽ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ വാക്സിനേഷൻ ചാർട്ടും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കണ്ടെത്തി ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പേജ് നമ്പർ 37 ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Proper awareness is to be given to the people regarding the mode of transmission of diseases and the method of prevention. What can we do for this? അതായത് ഈ രോഗങ്ങൾ പടരുന്നത് നമ്മുടെ ആളുകളിലേക്ക് എങ്ങനെയാണ് നമ്മൾ ബോധവൽക്കരിക്കുക നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ തയ്യാറാക്കാം? അതിൽ ഡ്രാമ നമുക്ക് തയ്യാറാക്കാം. അതേപോലെ പെപ്പറ്റ്റി, കാർട്ടൂൺ, പോസ്റ്റർ, അതേപോലെ പ്രസൻറ്റേഷൻ വീഡിയോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തയ്യാറാക്കി നമുക്ക് ആളുകളെ ബോധവൽക്കരിക്കാം. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.